കൊല്ലം വെളിയത്ത് 4 വയസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. വെളിയം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശില്പയുടെ മകൻ അഭിനേഷിനാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത്. 1 വർഷം മുമ്പ് അഭിനേഷിന്റെ അച്ഛൻ സുരേഷുമായി പിണങ്ങിയ ശേഷം ശില്പ കാമുകനായ പ്രശാന്തുമൊത്ത് ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. മദ്യപാനിയായ ഇയാൾ നിരന്തരം കുട്ടിയെ മർദ്ദിക്കാറുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു. പിന്നെ ചൊറുകണം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചെന്ന് പറയുന്നത് അറിയില്ല, എന്തോ കാര്യമൊന്നും എനിക്കും അറിയത്തില്ല. പിന്നെ അവിടെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് പിന്നെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എന്നെ വിളിച്ച് അറിയിച്ച് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത്. മർദ്ദിച്ചത് കൊച്ചിൻ്റെ രണ്ടാനച്ഛനാണ്. അവർ മാമനെന്ന് പറയുന്നത്, പക്ഷേ രണ്ടാനച്ഛനാണ് പിന്നെ അയൽക്കാർ മൊത്തം പറയുന്നത്. അപ്പോൾ പിന്നെ അവർ പിന്നെ കൊച്ചിനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചപ്പോൾ ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വേണ്ടിയില്ലാത്ത ആക്ഷേപം മൊത്തം പറയും. അതുകൊണ്ട് അപ്പുറത്ത് റബ്ബർ കിട്ടുന്നൊരു ആളാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ കൊച്ചിനെ അടിച്ച് ഇതുപോലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുലിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. മൊത്തം ചുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കാണാൻ നമുക്ക് കണ്ടാതെ ഇത്രത്തോളം ഒരു ഉപദ്രവം ഒരു കുഞ്ഞിനെ ഒരിക്കലും ഒരു അച്ഛനായാലും ഒരു സഹോദരനായാലും ആരായാലും ചെയ്യില്ല. നിസാര കാരണം പറഞ്ഞ് ഇന്ന് രാവിലെ പ്രശാന്ത് കുട്ടിയെ മർദ്ദിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അഭിനേഷിനെ നാട്ടുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രശാന്തിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പൂയപ്പള്ളി പോലീസിന് കൈമാറി. തൂലിക ന്യൂസ്, കൊട്ടാരക്കര.